ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ലൈമൻ ചില്ലീസിലേക്ക് വീണ്ടും സ്വാഗതം. എളുപ്പത്തിൽ കുറഞ്ഞ സമയത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉള്ളിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. മടിയുള്ള ദിവസങ്ങളിൽ നല്ല സ്വാദോടെ ചോറിനാൻ പറ്റിയ ഒരു കറി കൂടിയാണിത്. അപ്പോൾ നമുക്കിത് ചോറിനാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും ഈ ഒരു കറി മാത്രം മതി, നല്ല ടേസ്റ്റുമാണ്. ഈ കറി കുറച്ച് കട്ടിയുള്ളതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഉണ്ടാക്കുന്ന സമയത്ത് പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതിനായിട്ട് വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ നല്ല നല്ല വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് മിസ്സാവാതെ കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് വാളൻ പുളി പൊതിർത്ത് വയ്ക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി ഒന്ന് ഞരടിയതിന് ശേഷം കുറച്ച് സമയം പൊതിർത്ത് വയ്ക്കാം. ഈ സമയം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കുഞ്ഞുള്ളിയാണ്. ഞാനിവിടെ ഇത്രയും കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. ഇതിൽ കുറേയെല്ലാം ചെറിയ സൈസ് ഉള്ളതാണ്, അപ്പോൾ അതുകൊണ്ടാണ് കുറേ എടുത്തിരിക്കുന്നത്. ഈ ഒരു സൈസിലുള്ളതാണെങ്കിൽ ഒരു 12 മുതൽ 14 എണ്ണം വരെ എടുത്താൽ മതി. പിന്നെ ചെറിയൊരു സവാള കൂടെ എടുത്തിട്ടുണ്ട്. സവാള അധികം നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കണ്ട, ഈ ഒരു സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. കുഞ്ഞുള്ളി കുറച്ച് നല്ലോണം എടുത്താലേ ഈ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വേറൊരു സാധനങ്ങളും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കിനി കറി ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ടൊരു പാത്രം ഞാൻ വച്ചിട്ടുണ്ട്. ഇത് ചൂടായി വന്നാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയും കൂടെ ചൂടായി വന്നാൽ ഈ കുഞ്ഞുള്ളിയും സവാളയും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം എണ്ണയുടെ ആവശ്യമില്ല. ഇത് കുറച്ചൊന്ന് വഴറ്റിയെടുക്കാൻ ആവശ്യത്തിന് മാത്രം എണ്ണ ചേർത്താൽ മതി. പിന്നെ കുറേ സമയം നമ്മൾ വഴറ്റിയെടുക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം വഴറ്റിയിട്ട് ഈ കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടി മാത്രമേ നമ്മളിത് വഴറ്റിയെടുക്കേണ്ടത് ആവശ്യമുള്ളൂ. അപ്പോൾ കുഞ്ഞുള്ളിയൊക്കെ ഇവിടെ കുറച്ചൊന്ന് ട്രാൻസ്പാരൻ്റ് ആയി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ചേർത്തിരിക്കുന്നത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. മുളക് പൊടി ചേർക്കുന്നതിന് മുമ്പ് ഗ്യാസ് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ വേണ്ടി മറക്കരുത്. ഈ ഒരു മുളക് പൊടി കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ പച്ചമണക്ക് മാറി വരുന്നത് വരെയാണ് നമ്മളിത് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ നമ്മളിത് വഴറ്റിയെടുക്കണം. കുറച്ച് ജസ്റ്റ് 1 മിനിറ്റൊക്കെ വഴറ്റിയെടുത്താൽ മതിയാവും. ഇവിടെ മുളക് പൊടിയുടെ പച്ചമണക്ക് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരടപ്പ് വെച്ച് അടച്ചതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കണം. ഉള്ളി വെന്ത് വരുന്നത് വരെയാണ് നമ്മളിത് അടച്ചു വയ്ക്കേണ്ടത്. പിന്നെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഉള്ളി വേവിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇതിൽ വെള്ളം കുറച്ചൊക്കെ വറ്റിയിട്ട് ഉള്ളി കുറച്ചൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 1 ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എരിവിന് കണക്കായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വന്നതിന് ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറി കട്ടിയാക്കാനുള്ള ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടകളില്ലാതെ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾ വിചാരിക്കും അരിപ്പൊടി കറിയിലൊക്കെ ചേർക്കുമ്പോൾ അത് വല്ലാതെ ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു മോശം ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അധികം അങ്ങനെ അരിപ്പൊടിയുടെ ടേസ്റ്റ് നമുക്ക് അറിയില്ല. പക്ഷേ കറി നല്ല കട്ടിയുള്ളതായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അരിപ്പൊടിയുടെ അളവ് ഒരിക്കലും കൂടിപ്പോകരുത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒട്ടും കട്ടകളില്ലാതെ തന്നെ നമ്മൾ കലക്കിയെടുക്കണം. അപ്പോൾ ഇവിടെ പുളിവെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ കലക്കി വെച്ച അരിപ്പൊടി ചേർക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലും വയ്ക്കരുത്. പെട്ടെന്ന് തന്നെ കറിയിൽ ഇത് കട്ട കെട്ടി കിടക്കും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ചേർത്ത ഉടനെ തന്നെ കറി നല്ല കട്ടിയുള്ളതായി വരുന്നത് കാണാം. അപ്പോൾ കറി നല്ല കട്ടിയുള്ളതായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക്
1/2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കര ചേർക്കുമ്പോൾ കറി നല്ല മധുരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉപ്പും ശർക്കരയുടെ ആ ഒരു ടേസ്റ്റും ഒക്കെ ആവുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതല്ലാതെ കറി നല്ലോണം മധുരിക്കൊന്നുമില്ല, ടേസ്റ്റ് കൂടുകയേ ഉള്ളൂ. എന്നിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഇതിലേക്ക് ചെറുതായി മുറിച്ച മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കര നിങ്ങൾ എന്തായിട്ടും ചേർക്കണം, അത് മറക്കരുത്. അതായാലാണ് കറിക്ക് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ മല്ലിയിലയും ചേർത്തിട്ട് ഇത് കറി ഒന്ന് നന്നായി തിളച്ച് വരണം. നിങ്ങൾക്ക് കറി നല്ല കട്ടിയുള്ളതായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇത് തിളപ്പിച്ചാലും മതി. അപ്പോൾ ഇവിടെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് വേണ്ട വറവ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഇവിടെ ഒരു പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വന്നാൽ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയും കൂടി നല്ലോണം ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ഉണക്കമുളക് ഇതുപോലെ ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കണം. ഈ വറവ് കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടെ ചേർത്തിട്ട് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വറവ് കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ടേസ്റ്റ് ഉള്ളൊരു ഉള്ളിക്കറി തയ്യാറായി വന്നിട്ടുണ്ട്. എന്തായിട്ടും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.